നമസ്കാരം. പ്രധാന വാർത്തകൾ. പണ്ഡിതനും സമസ്തയുടെ കേന്ദ്ര മുസവറാംഗവുമായ അസ്കർ അലി ഫൈസിയെ ജാമ്യയിൽ നിന്നും പുറത്താക്കിയതിൽ സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ജാമ്യക്കെതിരെ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സമസ്തയെ ദുർബലപ്പെടുത്താനും അധ്യക്ഷനെ അപമാനിക്കാനും ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് പുറത്താക്കലെന്നും ആരോപണം. ഒറ്റപ്പാലം നഗരസഭയിലേക്ക് BJP മാർച്ച്. നഗരസഭയിൽ ദുർഭരണമാണെന്നാരോപിച്ചായിരുന്നു മാർച്ച്. പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. മലപ്പുറം പ്രസ്താവന. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തി അപമാനിക്കാൻ ശ്രമമെന്നാരോപിച്ച് പ്രതിഷേധം. SNDP യോഗം പെരിന്തൽമണ്ണയിൽ പ്രകടനം നടത്തി. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുക മാത്രമാണ് വെള്ളാപ്പള്ളി ചെയ്തതെന്ന് യോഗം നേതാക്കൾ. കരിമ്പുഴ എളമ്പുലാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ബുധനാഴ്ച ആഘോഷിക്കും. വലിയാറാട്ട് ഭക്തിസാന്ദ്രമായി. മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ മഹല്ല് നിവാസികളുടെ പ്രതിരോധം. മലപ്പുറം പാണ്ടിക്കാട് പന്തല്ലൂർ കിടങ്ങയത്താണ് നാടൊന്നിച്ച് ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തത്. വിശദമായ വാർത്തകളിലേക്ക്. സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നു. പട്ടിക്കാട് ജാമിയക്കെതിരെ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പണ്ഡിതനും സമസ്തയുടെ കേന്ദ്ര മുസവറ അംഗവുമായ അസ്കർ അലി ഫൈസിയെ ജാമിയയിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് സംഗമം നടത്തിയത്. ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സംഗമത്തിൽ പ്രസംഗിച്ചു. ആദർശം തുറന്നു പറഞ്ഞതിന് അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമിയയിൽ നിന്നും പുറത്താക്കി അപമാനിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരുടെ കൂട്ടായ്മയായ അൻവാർ ത്വലബ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് പെരിന്തൽമണ്ണയിൽ മഹാസംഗമം സംഘടിപ്പിച്ചത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ വാക്കിഫായ ബാപ്പുഹാജിയുടെ കുടുംബാംഗവും നിരവധി ശിഷ്യഗണങ്ങളുടെ ഗുരുവുമായ അസ്കർ അലി ഫൈസി കഴിഞ്ഞ 5 വർഷമായി ജാമിയ നൂരിയയിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയതിൽ പ്രതിഷേധ സ്വരം ഉയർത്തി ശിഷ്യരും സംഘടനാ പ്രവർത്തകരും പ്രതിഷേധ സംഗമം നടന്ന ഷംസുൽ ഉലമ നഗരിയിലേക്ക് ഒഴുകിയെത്തി. SYS കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TPC തങ്ങൾ നാദാപുരം സംഗമം ഉദ്ഘാടനം ചെയ്തു. സമസ്തയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അസ്കർ ഫൈസിയെ ജാമിയയിൽ നിന്ന് പുറത്താക്കിയത് പ്രതികാരത്തിന്റെയും ധിക്കാരത്തിന്റെയും നടപടിയാണെന്നും TPC തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്വന്തം സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയ ആർക്കും കയറി മേയാവുന്നൊരു അവസ്ഥയിലേക്ക് അതിന്റെ മാനേജിംഗ് കമ്മിറ്റി അതിലേക്ക് വരാൻ പാടില്ല. അസ്കർ അലി ഫൈസിയെ പുറത്താക്കുക. മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ ആദർശ വ്യതിയാനുള്ള ആളുകൾ ഉള്ളിൽ കിടക്കുമ്പോൾ അവരെ പുറത്താക്കിയിട്ട് ആദർശം പറയുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസിയെ പുറത്താക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ധിക്കാരമാണ്. അത് പ്രതികാര നടപടിയാണ്. അതുകൊണ്ട് അതിന്റെ നിലക്ക് ജനാധിപത്യ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വന്യ വയോധികരായ തഖ്വയുള്ള പണ്ഡിതന്മാർ അവർക്ക് മറ്റ് ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ അതേ നാണയത്തെ തിരിച്ചടിക്കാൻ കഴിയില്ല. അതേ നാണയത്തിൽ അങ്ങനെ ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പിന്തുണ ഈ പ്രതിഷേധ സംഗമത്തിന് ഉണ്ടായിരുന്നു. സംഗമത്തിൽ സംസാരിച്ച അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗിനെ പരോക്ഷമായി വിമർശിച്ചു. സമസ്തയെ ദുർബലപ്പെടുത്താനും സമസ്ത അധ്യക്ഷനെ അപമാനിക്കാനും ചിലർ ശ്രമിക്കുകയാണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എന്തിന്റെ പേരിലാണ് അസ്കർ അലി ഫൈസിയെ ജാമിയയിൽ നിന്ന് പുറത്താക്കിയതെന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിച്ചു. പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ സമസ്ത കേരള ജമിയത്തെ സമുന്നതനായ അധ്യക്ഷനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നിരന്തരമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് അവിടെ എല്ലാവിധ സംരക്ഷണവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അസ്കർ ഫൈസി ഉസ്താദിന്റെ പുറത്താക്കൽ മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത്. സമസ്തക്ക് കരുത്ത് പകരേണ്ട, സമസ്തക്ക് താങ്ങും തണലുമാകേണ്ട, ഈ ആദർശത്തിന് കവചമൊരുക്കേണ്ട പട്ടിക്കാട് ജാമിയയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഫൈലുമാരെ, ഞങ്ങളെപ്പോലുള്ള ഫൈലുമാരെ ഇന്നെന്താണ് ചെയ്യുന്നത്? ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് പരസ്യമായി അവിടെയുള്ള ചില ഉസ്താദുമാർ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ ക്ഷമാപൂർവ്വം നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ തീരുമാനമെടുക്കും, സംഘടന തീരുമാനമെടുക്കും, അച്ചടക്കരാഹിത്യം കാണിക്കാൻ പാടില്ല എന്ന്. പക്ഷേ പച്ചയായി പരസ്യമായി ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് മുന്നിൽ സമസ്തയെ അവമതിച്ചുകൊണ്ട്, സുന്നത്തമായത്തിന്റെ നേതാക്കന്മാരെ അവമതിച്ചുകൊണ്ട്, സമസ്തയുടെ കീഴ്ഘടകങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, കീഴ്ഘടകങ്ങളെ സാരഥികളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഭാഷ കേൾക്കണോ നിങ്ങൾക്ക്?
നായ, പട്ടി, പന്നി എന്ന പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ പക്ഷെ ആദ്യമായി പറയുകയാണ് നമ്മുടെ നാവ് കൊണ്ടത്. അത്തരത്തിലുള്ള മൃഗീയമായ തരം താഴ്ന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും നേതാക്കളെയും അധിക്ഷേപിച്ച് കുട്ടികൾക്കിടയിൽ വിലകെടുത്തുന്ന, നിന്ദിക്കുന്ന, പുച്ഛിക്കുന്ന, അവരെ അവമതിച്ച് കാണിക്കുന്ന ചില ഉസ്താദുമാർക്കും അവിടെ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈസൽ തങ്ങൾ ജീലാനി കാളാവ് സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. KP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണം നടത്തി. OPM അഷ്റഫ് കുറ്റക്കടവ്, മുസ്തഫ ഫൈസി മണ്ടുപാറ, സത്താർ പന്തല്ലൂർ, അൻവർ സാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ, സുഹൈൽ ഹൈത്തമി പള്ളിക്കര, ഇസ്ഹാഖ് ഫൈസി അറക്കുപറമ്പ്, ഷാഫി ഫൈസി മുടിക്കോട് എന്നിവർ സംസാരിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ നിന്നും SKSSF, SYS സംഘടനകളുടെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ പൊതുസമൂഹം ഏറെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ പണ്ഡിതന്മാരെ അവമതിക്കാനും നിരുത്സാഹപ്പെടുത്താനുമുള്ള നിക്ഷിപ്ത താൽപര്യക്കാരുടെ കുൽസിത ശ്രമങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമെന്ന് സംഗമത്തിൽ നേതാക്കൾ വ്യക്തമാക്കി. ജാമിയ നൂരിയ അറബിയയിലെ മുതിർന്ന അധ്യാപകനായ അസ്ഗർ അലി ഫൈസിയെ അകാരണമായി പിരിച്ചുവിട്ട നടപടി പുനഃപരിശോധിക്കണമെന്നും ജാമിയയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതി തയ്യാറാവണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയിൽ ദുർഭരണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJPയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചത്. നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതീകാത്മകമായി പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പിണറായി വിജയനെക്കാൾ പഠിക്കുന്നത് അഴിമതി, ഒരു നാണവും മാനവും ഇല്ലാതെ അഴിമതി നടത്തുക, അതിന് ആരെയും പേടിക്കാതെ അഴിമതി നടത്തുക, പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അഴിമതി നടത്തുക. അത് പിണറായി വിജയനായാലും മകളായാലും മരുമകനായാലും അതിൽ ശാസ്ത്രീയമായി അഴിമതി നടത്തുന്ന പിണറായി വിജയന്റെ മാർഗം തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എന്തെല്ലാം പ്രതിപക്ഷങ്ങള് BJPയുടെ കൗൺസിലർമാര്, പ്രതിപക്ഷ കൗൺസിലർമാര് വിളിച്ചു പറഞ്ഞാലും അതിനോടൊക്കെ ഒരു നിഷേധാത്മകമായ സമീപനം. മണ്ഡലം പ്രസിഡന്റ് C. സുമേഷ് അധ്യക്ഷനായി. BJP മധ്യമേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, നഗരസഭ പാർലമെന്ററി പാർട്ടി ചെയർമാൻ S. ഗംഗാധരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ A. സ്വരൂപ്, KP കൃഷ്ണകുമാർ, നഗരസഭ കൗൺസിലർമാർ, നേതാക്കളായ ജയൻ മലനാട്, A. അനിത, K. ബാലകുമാർ, P. രതീഷ്, K. സുരേഷ്, KP ജയന്തി, A. മധു, P. രവീന്ദ്രൻ, CR രാജേഷ്, P. അജയ്, T. വിനോദ് എന്നിവർ സംസാരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തി അപമാനിക്കാനുള്ള നീക്കത്തിനെതിരെ SNDP യോഗം പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ രമേശ് കോട്ടയപ്പുറത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിലവിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ഒറ്റപ്പെടുത്തി അപമാനിക്കുകയാണെന്ന് SNDP പ്രവർത്തകർ പറഞ്ഞു. SNDP യൂണിയന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വിശദീകരണ യോഗത്തിൽ പെരിന്തൽമണ്ണ യൂണിയൻ സെക്രട്ടറി വാസു കോതറായിൽ അധ്യക്ഷത വഹിച്ചു. യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ രമേശ് കോട്ടയപ്പുറത്ത് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൗൺസിലർ K. പ്രദീപ്, ഗോവിന്ദ സുനിൽ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സുഗൂബുലാമന്തോൾ, കരുവാഞ്ചേരി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്ന് ലഹരി വിപത്തിനെതിരെ മഹല്ല് നിവാസികളുടെ പ്രതിരോധം. പാണ്ടിക്കാട് പന്തല്ലൂർ കിടങ്ങയത്താണ് നാടൊന്നിച്ച് പ്രതിരോധം തീർത്തത്. ലഹരി മയക്കുമരുന്ന് വിപത്തിനെതിരെ പുതുതലമുറയെ ബോധവൽക്കരിക്കുന്നതിന് കിടങ്ങയം മഹല്ല് നിവാസികൾ ഒന്നായി ഐക്യത്തിന്റെ മനുഷ്യച്ചങ്ങല തീർത്തു. സമസ്ത പോഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കക്ഷി രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ നൂറുകണക്കിന് ആളുകൾ മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നു. പൊതുയോഗത്തിൽ മഹല്ല് ഖാസി OPM അബൂബക്കർ ഫൈസി അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ PK ഷരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
മഹല്ല് പ്രസിഡന്റ് പാലപ്ര മുഹമ്മദ് മാസ്റ്റർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാഹിത്യകാരൻ റഹ്മാൻ കിടങ്ങയം ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മഹല്ല് സെക്രട്ടറി CK ഇബ്രാഹിം മാസ്റ്റർ, SSF പ്രതിനിധി പാലപ്ര സിറാജുദ്ദീൻ മാസ്റ്റർ, SKSSF സെക്രട്ടറി CP അഫ്സൽ, KV ജാഫർ നബീൽ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ CP ഫവാസ്, CH യൂനുസ്, KK ഷബീബ്, N അബ്ദുൽ ഹക്കീം, വിവിധ ക്ലബ്ബ് ഭാരവാഹികളായ MP വാഹിദ്, KP ഷഫീഖ്, ഷാബിൻ കൊടക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. KP സുബൈർ ഫൈസി, പാലപ്ര അലവി മുസ്ലിയാർ, KT ഉസ്മാൻ, MT ഉസ്മാൻ ഷെരീഫ്, KV അബ്ബാസ്, K അബ്ദുള്ള ദാരിമി, MK ഹംസ മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കരിമ്പുഴ കോട്ടപ്പുറം 3-ാം വാർഡിലെ 14 ഭാഗത്തെ പാലവീട്ടിൽ പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതം പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ലാത്ത സ്ഥലമായതു കാരണമാണ് പ്രദേശത്തേക്ക് റോഡിന് ഫണ്ട് വയ്ക്കാൻ കഴിയാത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ. സ്ഥലം പഞ്ചായത്തിന് വിട്ടുകിട്ടുന്ന മുറയ്ക്ക് ഫണ്ട് വെച്ച് റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും KM ഹനീഫ മലബാർ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം 3-ാം വാർഡിൽ 14 ഭാഗത്തുള്ള പാലവീട്ടിൽ റോഡിൽ 10ഓളം കുടുംബങ്ങൾ യാത്രാ ദുരിതം നേരിടുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ഭാഗത്തേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയതാണെന്നും ഇത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ല എന്നും ഇത് കാരണമാണ് പഞ്ചായത്തിന്റെ ഒരു ഫണ്ടും ഇവിടേക്ക് വെക്കാൻ കഴിയാത്തതെന്നും പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. 14 ഭാഗത്തേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തി അയാൾ വിൽപ്പന ചെയ്ത പ്ലോട്ടുകളിലേക്ക് വിട്ടു നൽകിയിട്ടുള്ളതാണെന്നും ഇത് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ വന്നിട്ടില്ലെന്നും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം വില്ലേജിൽ പോയി അളന്ന് ഈ സ്ഥലം ഗ്രാമപഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ മാത്രമേ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഫണ്ടുകൾ റോഡിനായി നീക്കിവെക്കാൻ കഴിയുകയുള്ളൂ എന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. 2 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്തിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കുന്നത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉള്ള സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ 14 പാടം എന്ന് പറയുന്ന സ്ഥലം, അവിടേക്കുള്ള സ്ഥലത്തേക്കുള്ള റോഡുകൾ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇല്ല എന്നുള്ളതാണ്. അത് ഒരു വ്യക്തിയുടെ കുടുംബസ്വത്തായിരുന്നു. അവര് അത് പ്ലോട്ട് തിരിച്ച് ഓരോ ആളുകൾക്ക് വിൽക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് അവരായിട്ട് വിട്ടുകൊടുത്ത 6 അടി 8 അടിയൊക്കെ വഴിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആ വഴി അവിടെ കാണുന്നുണ്ട്. പക്ഷെ ആ വഴി ഒന്നും തന്നെ ആസ്തി രജിസ്റ്ററിൽ, പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിലുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്താൽ ഇതുകൊണ്ട് കാര്യമില്ല. കാരണം ഞാനവിടെ അവർക്ക് യാത്രാ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് 4 ലോഡ് കോറി വേസ്റ്റ് കൊണ്ടുപോയിട്ടു. ആ മഴക്കാലത്തിന് ശേഷം നോക്കുമ്പോൾ അത് കാണാനില്ല. കാരണം അത് ആണ്ടുപോയി, ചളിയിലേക്ക് ആണ്ടുപോയി. അപ്പൊ അതേ അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ട് റോഡ് ചെയ്താൽ മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. അതിന് വലിയ തുക വേണ്ടിവരും. ഇനി എങ്ങനെയാണെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ഘട്ടം ഘട്ടമായി ചെയ്യിക്കണമെങ്കിലും ഈ റോഡും ഈ വഴികളും ആസ്തി രജിസ്റ്ററിൽ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ അവിടെ പറഞ്ഞതാണ്. എന്നാൽ ഒന്നുകൂടെ പറയുകയാണ്, അവരെല്ലാവരോടും ചേർന്ന് ആ സ്ഥലത്തിൻ്റെ ഉടമയെ കൊണ്ട് ആ സ്ഥലം രജിസ്റ്റർ ഓഫീസിൽ, വില്ലേജ് ഓഫീസിൽ പോയി അളന്ന് തിട്ടപ്പെടുത്തി അത് സെക്രട്ടറിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ പുതിയ നിയമപ്രകാരം. അതുകൊണ്ട് അതൊന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു തന്നാൽ വേണ്ട പ്രവൃത്തികൾ നമുക്ക് അവിടെ ചെയ്യാം എന്നുള്ളതുകൂടെ അറിയിക്കുകയാണ്. ലൻസ്ഫെഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയും സംയുക്തമായി കേസ്മാർട്ടും കേരള സമൂഹവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ലൻസ്ഫെഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയും സംയുക്തമായാണ് കേസ്മാർട്ടും കേരള സമൂഹവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രത്തിന്റെ നേട്ടത്തെ അത് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യര് വരെ ലഭ്യമാക്കുക എന്നതാണ് അതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ നമുക്ക് കാണാനാകും. ഈ മാറ്റങ്ങളെ ഒന്നും നമുക്ക് തടഞ്ഞു നിർത്താനാകില്ല. നമുക്ക് അതിന്റെ വേഗത കുറയ്ക്കാൻ, നമുക്കത് പതുക്കെ യാത്രയെ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഈ മാറ്റങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കേരളത്തിൽ മുൻകൈയെടുക്കുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ സവിശേഷതയും കൂടി നമ്മുടെ ലൻസ്ഫെഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ തിരിച്ചറിയണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കണം. ലൻസ്ഫെഡ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് VR കൃഷ്ണകുമാർ അധ്യക്ഷനായി. ലൻസ്ഫെഡ് ബിൽഡിംഗ് റൂൾ കമ്മിറ്റി സംസ്ഥാന കൺവീനർ T ജാബിർ വിഷയം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി M സനോജ്, ഏരിയ പ്രസിഡന്റ് M രാജേഷ്, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K സുരേഷ്, ജില്ലാ ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ പ്രതിനിധി സൗമ്യ, ലൻസ്ഫെഡ് സംസ്ഥാന ട്രഷറർ T ഗിരീഷ് കുമാർ, സംസ്ഥാന PRO M മനോജ്,
സംസ്ഥാന സമിതി അംഗം കെ രാജേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രമേശ്, ജോയിന്റ് സെക്രട്ടറി ആശിഷ് ജേക്കബ്, ജില്ലാ സെക്രട്ടറി എസ് രാജേഷ്, ജില്ലാ ട്രഷറർ വി രാജേഷ് എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. വർദ്ധിപ്പിച്ച കോടതി ഫീസുകളിൽ പുനഃപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് പ്രതിഷേധ ദിനം ആചരിച്ചു. പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി രാമനുണ്ണി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോടതികളിൽ ഏപ്രിൽ 1 മുതൽ നടപ്പിൽ വരുത്തിയ കോടതി ഫീസ് വർധനവിൽ പുനഃപരിശോധന നടത്തണമെന്നും അന്യായമായും അശാസ്ത്രീയമായും വർദ്ധിപ്പിച്ച ഫീസുകളിൽ ഭേദഗതി വരുത്തി തികച്ചും സാധാരണക്കാരായ കക്ഷികളുടെ തലയിൽ കെട്ടിവെച്ച അധികഭാരം ലഘൂകരിക്കണമെന്നും വർധന ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും പറഞ്ഞാണ് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് പ്രതിഷേധ ദിനം ആചരിച്ചത്. ഫീസ് വർധനവ് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായും ജനകീയമായും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. പ്രതിഷേധം പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. 5 രൂപയും കോഫി ഉണ്ടായിരുന്നത് 300, 600, 1000% അധികം ഇപ്പോൾ ഈ ഏപ്രിൽ 1 തീയതി കൂട്ടിയിട്ടുള്ളതാണ്. കക്ഷികൾക്കും വക്കീൽമാർക്കും വക്കീൽമാർക്കും എല്ലാവർക്കും വളരെയധികം പ്രയാസം നേരിടുന്നതാണ് ഇത്തരമുള്ള അധികം കോസ്റ്റ് വാങ്ങുന്ന ഓർഡറായിട്ടുള്ളത്. ഈ തീരുമാനം ഉടനടി പിൻവലിച്ച് സാധാരണ നിലയ്ക്കുള്ള ഒരു വർധനവിന് നമ്മൾ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. അഭിഭാഷകരും എല്ലാ കോർട്ട് സെന്ററിലും നാളെ ഇതേമാതിരി പ്രതിഷേധം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അസോസിയേഷൻ പ്രസിഡന്റ് ടി പി മനോജ് അധ്യക്ഷനായി. സെക്രട്ടറി സി കെ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് എം വിദ്യാധരൻ, പി ടി മുഹമ്മദ് കുട്ടി, സി സന്തോഷ്, ഇ പി മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. നവീകരിച്ച ശ്രീകൃഷ്ണപുരം 3-ാം വാർഡ് ഈശ്വരമംഗലം അയ്യപ്പൻകാവ് കടവ് റോഡ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 16 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. ഗ്രാമീണ മേഖലയിലെ റോഡുകൾ ഓരോ തദ്ദേശഭരണ സ്ഥാപനവും പഞ്ചായത്തും ആഗ്രഹിക്കുന്ന നിലയിൽ അത് പരിപാലിച്ചു പോരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ പുതിയ റോഡുകൾ നിർമ്മിക്കാനും നിലവിൽ പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള റോഡുകൾ പരിപാലിക്കാനുമൊക്കെ ഗ്രാമപഞ്ചായത്തുകൾ വലിയ തോതിൽ പ്രയാസപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ജനപ്രതിനിധികളുടെ എല്ലാം വലിയ ഇടപെടലും ശ്രദ്ധയും നാടിന്റെ വികസന കാര്യങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം നല്ല പിന്തുണ നൽകുക, അവരുടെ ഓരോ ഗ്രാമപഞ്ചായത്തിന്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള അവശേഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വേഗതയിൽ പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുക എന്നുള്ളതാണ് MLA എന്ന നിലയിൽ പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം. 86 മീറ്റർ നീളത്തിൽ ശരാശരി 5 അടി ഉയരത്തിൽ കരിങ്കല്ലിൽ പാർശ്വഭിത്തികളും കോൺക്രീറ്റ് ബെൽറ്റും ജല നിർഗമന പൈപ്പുകളും സ്ഥാപിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി വിഹിതം, പഞ്ചായത്ത് വികസന ഫണ്ട് എന്നിവ കൂടി സംയോജിപ്പിച്ച് നടപ്പുവർഷം തന്നെ അവശേഷിക്കുന്ന 80 മീറ്റർ റോഡിന്റെ പ്രവർത്തനം കൂടി നടപ്പാക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ചടങ്ങിൽ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സെയ്താലി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ MK ദ്വാരകാനാഥൻ, MK പ്രദീപ്, LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ അമ്പിളി എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ എളമ്പുലാശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ വലിയാറാട്ട് ഭക്തി സാന്ദ്രമായി. ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിലെ പൂരം. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി, 9 മണിക്ക് ആറാട്ട്, പാണ്ടിമേളം എന്നിവ നടന്നു. 11 മണിക്ക് ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം പൂമൂടൽ നടന്നു. തുടർന്ന് പ്രസാദവൂട്ടുമുണ്ടായി. വൈകിട്ട് 5-ന് ഗജവീരന്മാരുടെ അകമ്പടിയിൽ കാഴ്ചശീവേലി, പഞ്ചവാദ്യം എന്നിവ നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം 7 മണിക്ക് കാഴ്ചശീവേലി തിരിച്ചെഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് ഭരതനാട്യം, ആറാട്ട്, എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. ശ്രീശങ്കര ട്രസ്റ്റിന്റെ കീഴിലുള്ള ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ VTB കോളേജിലെ അദ്വൈത ഭവൻ ഉദ്ഘാടനം ഏപ്രിൽ 10-ന് രാവിലെ 9 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. കോളേജ് അധികൃതർ ശ്രീകൃഷ്ണപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 5000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷനാകുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു.
നിലവിൽ കോളേജിന് നാക് അക്രഡിറ്റേഷന്റെ എ ഗ്രേഡ് മാത്രമാണുള്ളത്. എ+ ഗ്രേഡിനായി ശ്രമങ്ങൾ നടന്നുവരുന്നതായും കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5000 അടി വിസ്തീർണമുള്ള ഒരു ബഹുനില കെട്ടിടം, 2 നില കെട്ടിടമാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. 10-ാം തീയതിയാണ്, ഏപ്രിൽ 10-നാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ കാര്യപരിപാടി കിടക്കുകയാണ്. സ്വാഗതം ഡോക്ടർ സരിത നമ്പൂതിരിയാണ്, ഇപ്പോഴത്തെ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രേംകുമാർ, ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA ആണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നോർത്ത് സോൺ സെക്രട്ടറി ആയിട്ടുള്ള MK നാരായണൻ നമ്പൂതിരി മാഷാണ്. ഉദ്ഘാടനം ഡോക്ടർ R ബിന്ദു, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. പിന്നെ ആശംസകൾ അറിയിക്കുന്നത് ശ്രീ സുധാകരൻ മൂർത്തിയേടം, എക്സിക്യൂട്ടീവ് ശ്രീശങ്കര ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. സുനിത ജോസഫ്, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ശ്രീമതി C രാജിക, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ്. ശ്രീ സുനിൽ, വൈസ് പ്രസിഡന്റ്, PTA വൈസ് പ്രസിഡന്റ് ആണ്. ഡോക്ടർ സദീപ് K, അസിസ്റ്റന്റ് പ്രൊഫസറാണ്, PTA സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ. അതുപോലെ തന്നെ അമൃത S കൃഷ്ണൻ, ജൂനിയർ സൂപ്രണ്ടാണ്, ഓഫീസിലെ സൂപ്രണ്ടാണ്. പിന്നെ ശ്രീ മുഹമ്മദ് സാഹിൽ, കോളേജ് യൂണിയന്റെ ചെയർമാൻ. പിന്നെ ഈ കെട്ടിട നിർമ്മാണത്തിൽ പങ്കെടുത്തവർ അന്ന് ആദരിക്കുന്നുണ്ട്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ജയരാമൻ നമ്പൂതിരിയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നന്ദി പ്രകടനം നടത്തുന്നത് ശ്രീമതി സത്യഭാമയൻ, വിദ്യാർത്ഥി യൂണിയന്റെ അഡ്വൈസറാണ്. അപ്പോൾ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. 2015 കാലഘട്ടത്തിൽ വന്ന നാക് വിസിറ്റിങ്ങിൽ അന്ന് കോളേജിന് കിട്ടിയ ഗ്രേഡ് B+ ഗ്രേഡായിരുന്നു. ആ B+ ഗ്രേഡിൽ അവർ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, കോളേജിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കോളേജിനില്ല. മാത്രമല്ല, കോളേജിൽ നോക്കുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന അന്തരീക്ഷം മാത്രമാണുള്ളത്. അതാണ് ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട്, പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് പറഞ്ഞത്. ഈ തവണ നാക് വിസിറ്റിംഗ് വന്നു. നാക് ഇൻസ്പെക്ഷൻ നടന്നതിന് ശേഷം അവർ കോളേജിൻ്റെ സ്ട്രക്ചർ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അവർ എഴുതി. നമുക്ക് കോളേജിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം, അതായത് B+ നിന്ന് B++ കിടന്ന് A ഗ്രേഡിലേക്ക് കോളേജ് എത്തി. ശ്രീശങ്കര ട്രസ്റ്റ് ഉത്തരമേഖലാ സെക്രട്ടറി MK നാരായണൻ നമ്പൂതിരി, മനീഷ് VK എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 22 ലക്ഷം രൂപ വകയിരുത്തി കോട്ടോപ്പാടം മാളിക്കുന്നിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ N ഷംസുദ്ദീൻ MLA നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഭീമനാട് ഡിവിഷൻ അംഗവുമായ ബഷീർ തെക്കൻ പ്രത്യേക താൽപ്പര്യമെടുത്താണ് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചത്. 10 ലക്ഷം രൂപ ചെലവിൽ വീതി കൂട്ടി നവീകരിച്ച തിരുവിഴാക്കുന്ന് നാലിരിക്കുന്ന് റോഡ്, 7 ലക്ഷം രൂപ ചെലവിൽ നാലിരിക്കുന്ന് റോഡിൽ നിർമ്മിച്ച ഡ്രെയിനേജ് സംവിധാനം, മാളിക്കുന്ന് അംഗനവാടിക്ക് മുകളിൽ 5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച മീറ്റിംഗ് ഹാൾ എന്നിവയാണ് നാടിന് സമർപ്പിച്ചത്. N ഷംസുദ്ദീൻ MLA പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഭീമനാട് ഡിവിഷൻ അംഗവുമായ ബഷീർ തെക്കൻ, വാർഡംഗം മുള്ളത്ത് ലത തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ നിന്നും എടത്തനാട്ടുകര ഉണ്ണിയാൽ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡിൽ കരുണാകുർശി ഭാഗത്തെ പാലത്തിനോട് ചേർന്ന് കൈവരി സ്ഥാപിക്കാത്തത് വാഹനങ്ങൾക്ക് അപകട കെണിയാകുന്നു. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട് മോട്ടോർ സൈക്കിൾ തോട്ടിലേക്ക് വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. എടത്തനാട്ടുകര അമ്പലപ്പാറ റോഡിൽ നിന്നും എടത്തനാട്ടുകര ഉണ്ണിയാൽ റോഡിലേക്ക് മുണ്ടക്കുന്നിൽ നിന്നും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കൂട്ടപ്പള്ള ടൗൺ ചുറ്റാതെ ഉണ്ണിയാൽ റോഡിലേക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്നതിനാൽ നിരവധി വാഹനങ്ങൾ ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട്. കരുണാകുർശി തോടിനോട് ചേർന്നുള്ള 100 മീറ്ററോളം ഭാഗം പാതയ്ക്ക് ഇരുവശവും വലിയ ഗർത്തമാണ്. ഒരു വശം തോടാണെങ്കിൽ മറുവശം കവുങ്ങിൻ തോപ്പ്. തെല്ലൊന്ന് ശ്രദ്ധ മാറിയാൽ വാഹനം തോട്ടിൽ പതിക്കും, അല്ലെങ്കിൽ പാടത്തേക്ക് വീഴും. നിയന്ത്രണം വിട്ട് മോട്ടോർ സൈക്കിൾ കഴിഞ്ഞ ദിവസം തോട്ടിലേക്ക് വീണിരുന്നു. വാഹനം ഓടിച്ചയാൾക്ക് നിസ്സാര പരിക്കേറ്റു. അപകട ഭീഷണി കണക്കിലെടുത്ത് തോടിനോട് ചേർന്ന ഭാഗത്തെങ്കിലും കൈവരി നിർമ്മിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വിശുദ്ധ റമദാൻ അവധിക്ക് ശേഷം വീണ്ടും മദ്രസകൾ തുറന്നു. ആദ്യാക്ഷരം കുറിക്കാൻ 100 കണക്കിന് കുരുന്നുകൾ മദ്രസകളിൽ എത്തി. വിദ്യാർത്ഥികളെ വരവേറ്റ് വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങളാണ് മദ്രസകളിൽ നടന്നത്. നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തിൽ വാടാനാംകുറിശി വില്ലേജ് മാദിനുൽ ഉലൂം മദ്രസയിൽ വിശുദ്ധ റമളാൻ അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന മിഹർജാനുൽ ബിദായ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. നാടിനെ കാർന്നു തിന്നുന്ന, സമൂഹത്തിൻ്റെ എല്ലാവിധ സമ്പത്തുകളെയും നശിപ്പിക്കുന്ന ലഹരിയുടെ വിവിധ രൂപത്തിലുള്ള വ്യാപനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ലഹരി വിമുക്ത നാടിനായി എന്നും കൈകോർക്കുമെന്നും സംഗമം പ്രഖ്യാപിച്ചു. പരമകാരുണ്യകനും
കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ സർവരക്ഷിതാവായ അല്ലാഹുവിൻ്റെ അടിമയാകുന്നു. ഞാൻ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നെയും എൻ്റെ നാടിനെയും എൻ്റെ കുടുംബത്തെയും മാനവരാശിയെയും സാംസ്കാരികമായും സാമൂഹികമായും നശിപ്പിക്കുന്ന വിപത്താണ് ലഹരി. നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തിൽ മഹത്തായ മദ്രസ പ്രവേശനോത്സവം നടക്കുകയാണ്. നമുക്കറിയാം, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ അറിവിൻ്റെ അഭാവങ്ങൾ കൊണ്ടും മറ്റു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കൊണ്ടുമൊക്കെ വളർന്നു വരുന്ന സമൂഹം ഒരുപാട് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിയും അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളുമൊക്കെ അവരെ സന്മാർഗങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള മതകലാലയങ്ങളുടെ മതവിദ്യാലയങ്ങളുടെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. മഹത്തായ മദ്രസ നമ്മുടെ നാടിൻ്റെ സാമൂഹികമായ പുരോഗമനത്തിലും ഒരുപാട് മൂല്യങ്ങളുടെ സംരക്ഷണത്തിലും കഴിഞ്ഞ നാളുകളിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പുതിയ കുട്ടികളുടെ അഡ്മിഷൻ, ഉദ്ബോധന പ്രസംഗം, മധുരവിതരണം എന്നിവയുമുണ്ടായി. മദ്രസ പ്രസിഡന്റ് പി ഹസൻ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുട്ടി ഹാജി ആമുഖ പ്രഭാഷണം നടത്തി. മഹല്ല് ഖത്തീബും മദ്രസ പ്രധാനാധ്യാപകനുമായ UA അബ്ദുൾ റഷീദ് അസരി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ നൂറുദ്ദീൻ ഇർഷാദി, അബുല്ലൈസ് നിസാമി, മുഹമ്മദ് അലി സഖാഫി, വൈസ് പ്രസിഡന്റ് അബ്ദുസ്സലാം ഹാജി, ട്രഷറർ AK ഹാജി, കമ്മിറ്റി അംഗങ്ങളായ MM നാസർ, P നിസാർ, M നിസാർ, BT മുസ്തഫ എന്നിവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ നോക്കാം. മുളയങ്കാവ് MRS ഫർണിച്ചർ ആൻഡ് ഹോം നീഡ്സിൽ വീണ്ടും ഓഫർ പെരുമഴ. ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം വൻ വിലക്കുറവിൽ ഇപ്പോൾ MRSൽ നിന്നും സ്വന്തമാക്കാം. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ ഗുണമേന്മയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയാണ് മികച്ച ഓഫറിൽ MRS കസ്റ്റമറിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഇത് നല്ല തേക്കിൻ്റെ സ്ട്രോങ് സാധനമാണ്, ഹെവി സാധനം. അതായത് ഇതിപ്പോൾ സാധാരണ മറ്റുള്ള കടകളിലൊക്കെ 12-11 ഉറുപ്പിക്ക് കൊടുക്കുന്ന സാധനം ഞങ്ങൾ കൊടുക്കുന്നത് വെറും 8,900. തേക്കിൻ്റെ ഡൈനിങ് ചേരുന്ന 2,850 വില വരുന്ന ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും 1,750 ഉറുപ്പിക്കാണ്. അക്കേഷ്യയുടെ ചേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2,450, 2,350 കൊടുക്കുന്ന അക്കേഷ്യയുടെ ചേര് കൊടുക്കുന്നത് വെറും 1,500, 1,600 രൂപക്കാണ് കൊടുക്കുന്നത്. അതായത് ഗ്യാരണ്ടിയോട് കൂടിയിട്ട്, അതായത് വേങ്ങ വിളപ്പിച്ച സാധനം അല്ല കേട്ടോ, ഗ്യാരണ്ടിയോട് 100% ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. 3,100 രൂപയ്ക്ക് കൊടുക്കുന്ന ചെയറാണ്. ഈ ചെയർ ഞങ്ങൾ കൊടുക്കുന്നത് വെറും 2,000 രൂപയ്ക്കാണ്. ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം വൻ വിലക്കുറവിൽ സ്വന്തമാക്കാൻ ഇതാ സുവർണാവസരം. മുളയങ്കാവ് MRS ഫർണിച്ചർ ആൻഡ് ഹോം നീഡ്സ് ആണ് വീണ്ടും ഓഫർ പെരുമഴയുമായി കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നത്. 5% മുതൽ 50% വരെ വിലക്കുറവാണ് MRS കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത്. ഒരു 80% കാതലിൽ നിർമ്മിച്ച തേക്കിൻ്റെ ടീപ്പോയാണ്. 4,450 ഇതിൻ്റെ വില. ഞങ്ങൾ കൊടുക്കുന്നത് 3,500. അങ്ങനെ ഓരോ സാധനങ്ങൾ അതായത് വല്ലാതെ അതായത് കുറേ കൂട്ടി പറഞ്ഞ് കുറേ കുറച്ച് കൊടുക്കുന്ന രീതിയല്ല നമ്മളിലുള്ളത്. നല്ല സാധനം വളരെ വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വരുന്ന കസ്റ്റമർ എന്തായാലും സംതൃപ്തരായി അവർ തിരിച്ചു പോകുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അവർ മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കുടുംബങ്ങളെ എല്ലാവരും ഇവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. ഇത് വെറുതെ എന്തെങ്കിലും ഒരു പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയല്ല ചെയ്യുന്നത്. മേൽത്തരം തടികളിൽ തീർത്ത കട്ടിലുകൾ, ഡൈനിങ് ടേബിളുകൾ, അലമാരകൾ, കസേരകൾ, ടീപ്പോയ്, സോഫ സെറ്റുകൾ, സ്റ്റഡി ടേബിളുകൾ, ബെഡുകൾ എന്നിവയെല്ലാം വൻ ഓഫറിലാണ് MRS നൽകുന്നത്. MRS ഫർണിച്ചർ ഇപ്പോൾ ഈ പ്രദേശത്ത് വെച്ച് ഏറ്റവും വലിയൊരു ഫർണിച്ചർ ഷോറൂമാണ്. ഫർണിച്ചർ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഗിഫ്റ്റ് ഐറ്റംസ്, അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയാവുന്ന
ഒരു സൗകര്യങ്ങളുള്ള ഒരു നല്ല വലിയ ഷോറൂമാണ് നമ്മുടെ MRS ഫർണിച്ചർ. ഇത് തന്നെ പിന്നെ നമുക്കൊരു ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക അതിൻ്റെ ക്വാളിറ്റിയാണ്, അത് രണ്ടാമതായിട്ട് അതിൻ്റെ പ്രൈസാണ്. ഈ രണ്ടിലും ഒരു കോംപ്രമൈസും MRSലെ ഫർണിച്ചറുകൾക്കില്ല. കാരണം ഇവരുടേതായിട്ടുള്ള ഗോഡൗണുകളിൽ, വർക്ക്ഷോപ്പിൽ പിന്നെ ഇവർ തീരുമാനിച്ച ആളുകൾ, നിശ്ചയിച്ച ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫർണിച്ചറാണ്. അത് നല്ല മരത്തടികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫർണിച്ചർ. അതേപോലെ തന്നെ വളരെ വിലക്കുറവിലുമാണ് നമുക്കത് കിട്ടുന്നത്. നമുക്കിവിടെ ചുറ്റുവട്ടത്ത് ഏത് ഫർണിച്ചർ ഷോറൂമുകളിൽ അന്വേഷിച്ചാലും ഇവിടുത്തെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസ്യതയുമാണ് MRSനെ കസ്റ്റമേഴ്സിന് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത്. $6,750 MRP. ഇത് വില കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ സാധനം എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ റേറ്റ് വളരെ കുറവാണ്. നല്ല ഐറ്റംസും ഉണ്ട്, നല്ല മോഡലുകളും ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ്, നല്ല ഫിനിഷിങ്ങും ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല പുതിയ പുതിയ മോഡലുകളാണിത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരിക. അപ്പോൾ നമ്മളിവിടെ അതിൻ്റേതായ ഒരു ഇതുണ്ട്, നല്ല കൺസ്യൂമറെ ഒരു വിശ്വാസം നേടിയെടുത്തൊരു സ്ഥാപനമാണെന്നുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വരുന്നത്. ഒരു മീഡിയം റേറ്റാണ്, റീസണബിൾ സാധാരണക്കാരന് അഫോർഡബിളായ റേറ്റിൽ റസീത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് വന്നതാണ്. നല്ല സാധനങ്ങളാണ്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ പച്ച സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ്. വന്ന് നോക്കുമ്പോൾ പച്ച സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ഉണ്ട്, എല്ലാം സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സൈക്കിളായിട്ടുള്ള റേറ്റും കാര്യങ്ങളുമാണ്. എല്ലാവർക്കും പറ്റുന്ന റേറ്റാണ്. സാധാരണക്കാരന് വാങ്ങുന്നതാണ് റേറ്റ്. മറ്റുള്ള കടയിൽ പോയി നോക്കി നോക്കുമ്പോൾ അതിനെക്കാട്ടി എത്രയോ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുമെന്നതും MRSന്റെ പ്രത്യേകതയാണ്. കൂടാതെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, ഫാൻ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, ഊട്ടുപകരണങ്ങൾ, വിളക്കുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, ടോയ്സ്, കാർപ്പറ്റുകൾ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം കൂടിയാണ് മുളയൻകാവിലെ MRS. നേരത്തെയും നിരവധി ഓഫറുകൾ നൽകിയിട്ടുള്ള MRSൽ പുതുവർഷത്തിലും കസ്റ്റമേഴ്സിന് പുത്തൻ ഓഫറുകൾ നൽകിയാണ് സ്വാഗതം ചെയ്യുന്നത്. EMI സൗകര്യവും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി നാരായണ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഒറ്റപ്പാലം കയറംപാറ നീലിക്കാവിന് എതിർവശം ഏപ്രിൽ 9 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി നാരായണ ഫർണിച്ചർ ഒരുക്കിയിരിക്കുന്നത്. ഫർണിച്ചർ വിപണന രംഗത്ത് 4 പതിറ്റാണ്ടായി ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ നാരായണ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂമാണ് ഏപ്രിൽ 9 രാവിലെ 9:30 മുതൽ കയറംപാറ നീലിക്കാവിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിക്കുന്നത്. 3 നിലകളിലായി 20,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ കളക്ഷനുകളിലുള്ള ഫർണിച്ചറുകളുടെ മായാലോകം തന്നെയാണ് നാരായണ ഫർണിച്ചർ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപന ഉടമ KN ഷൺമുഖനും പേരക്കുട്ടികളായ ആഞ്ജലിക മിഥുനും മീനാക്ഷി മിഥുനും ചേർന്ന് പുതിയ ഷോറൂം ഒറ്റപ്പാലത്തിന് സമർപ്പിക്കും. വർഷമായി ഒറ്റപ്പാലം ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ പുതിയതായ 15,000-ൽ പരം സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ ഷോറൂം കയറംപാറ നീലികാവിന് എതിർവശം നാളെ രാവിലെ 9:30 മണിക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ആമ്പിൾ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ പുതിയ കളക്ഷൻസും കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സും EMI ഫെസിലിറ്റിയും ഫ്രീ ഹോം ഡെലിവറി സർവീസ് എല്ലാം ചേർത്തിക്കൊണ്ട് ഞങ്ങളുടെ പുതിയ സംരംഭം നാളെ രാവിലെ 9:00 തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് കളക്ഷനുകളിലുള്ള ഫർണിച്ചറുകൾ ഏറ്റവും വിലക്കുറവിലും ഗുണമേന്മയിലുമാണ് കസ്റ്റമേഴ്സിനായി നൽകുന്നത്. കൂടാതെ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഫർണിച്ചറുകൾ കസ്റ്റമൈസ് ചെയ്ത് നൽകുന്നതിനുള്ള സൗകര്യവും നാരായണയിൽ ഉണ്ട്. കൂടാതെ EMI ഫെസിലിറ്റി, ഫ്രീ ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും നാരായണ ഫർണിച്ചർ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്ഥാപന ഉടമയുടെ മകനായ മിഥുൻ നാരായണൻ, മാനേജർ M ഹരി തുടങ്ങിയവരും പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് UDF നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. PP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. അബ്ദുറഹ്മാൻ, T ഹരിശങ്കർ, മേലാടയിൽ ബാപ്പുട്ടി, മൂസ പേങ്ങാട്ടിരി, KMK ബാബു, ഹംസത്ത് മാടാല, രാജീവ്, NP രാമകൃഷ്ണൻ, ബിജു, മൻസൂർ ഇമ്പാനു, ഹംസ വരമംഗലത്ത്, മുഹമ്മദ്, ഹനീഫ, മെഹ്റൂഫ് ഇമ്പാനു, ഇന്ത്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 1.5 കോടി രൂപ എടുത്ത് നിങ്ങൾക്ക് വികസനം നടത്താം എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മറ്റ് സംരംഭകരിൽ നിന്നും നിങ്ങൾക്ക് പണം കണ്ടെത്താമെന്ന്. എന്നാൽ ഇവിടെ UDF സംവിധാനം, കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യവസായ മന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. ഇവരൊക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തകിടം മറിക്കുന്ന രീതിയിലേക്ക് ഇന്ന് സംസ്ഥാന സർക്കാർ മാറിക്കൊണ്ടിരിക്കുക. മുഹമ്മദ് മൂസിൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള വെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വല്ലപ്പുഴ യാറം ആനക്കോട് സെന്ററിൽ നിർമ്മിച്ച മിനി മാസ്റ്റ് ലൈറ്റ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷത്ത് സുഫൈന, വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് LP സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ജനജാഗ്രതാ സമിതി രൂപീകരണ യോഗവും നടത്തി. വാർഡ് മെമ്പർ ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ET അബ്ദുൾ റഷീദ് അധ്യക്ഷനായി. പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. SMC ചെയർമാൻ കൃഷ്ണകുമാർ, ഹെഡ് മിസ്റ്റേഴ്സ് KM ഗിരിജ, യൂസഫ്, പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. 2 മാസം കൊണ്ട് ഇതിന്റെ അതിപ്രസരം അതിഭയാനകമായിട്ട് സ്വന്തം അച്ഛനേതാ, അമ്മയേതാ, കുട്ടികളേതാ, ഭാര്യയേതാ, മക്കളേതാ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത് ഉപയോഗിച്ച് ലഹരി പിടിച്ചിട്ട് മതോന്മത്തരായിട്ട് അടിച്ചു കൊല്ലുന്നൊരവസ്ഥയാണ് കേരളത്തിൽ കാണുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ കൂടുതൽ വിദ്യാസമ്പന്നരും സാംസ്കാരിക നേട്ടങ്ങൾ അങ്ങേയറ്റം കൈവരിച്ചു എന്ന് പറയപ്പെടുന്ന നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഇതെല്ലാം നടക്കുന്നത്. DYFI നേതാവായിരുന്ന വിനീഷ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി DYFI കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ പഞ്ചായത്തിലെ പാലാരി കണ്ണത്തുപറമ്പിൽ ലക്ഷ്മിയുടെ ശോചനീയമായ വീട് വാസയോഗ്യമാക്കി നൽകി. 20ഓളം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 2 ദിവസം കൊണ്ടാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. യൂണിറ്റ് സെക്രട്ടറി പ്രസാദ്, മേഖലാ പ്രസിഡന്റ് ഗോപൻ, വാർഡ് മെമ്പർ രമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. സഖാവ് വിനീഷിന്റെ രക്തസാക്ഷി ദിനമാണ് ഏപ്രിൽ 8-ന്. അപ്പോൾ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ പാലാരി യൂണിറ്റിൽ നടന്നൊരു പ്രവർത്തനമാണ്. ഇവിടെ വയസ്സായ ഒരു അമ്മയുടെ വീട് മഹാമോശാവസ്ഥയിൽ നിൽക്കുന്നൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് ആലോചിച്ചുകൊണ്ട് നാട്ടുകാരുടെയൊക്കെ പാടെ ഒരു സഹായം കൊണ്ട് നമ്മൾ ആ വീട് ഇപ്പോൾ വാസയോഗ്യമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒട്ടനവധി ആളുകളുടെ നല്ല പ്രവർത്തനങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട്. വിനീഷ് ഉയർത്തി പിടിച്ചിരുന്ന ഒരു മുദ്രാവാക്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇതൊക്കെ. പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്ന DYFI ഇപ്പോൾ കഴിഞ്ഞ കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. മുണ്ടക്കൈ ചൂരൽമര ദുരന്തമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഇതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ആദ്യം 25 വീടാണ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് അത് 100 വീട്ടിലേക്ക് കടക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ DYFI നല്ല രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. കാരപ്പറമ്പ് പ്രദേശത്ത് വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ P ഉണ്ണീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. MT സൈനുൽ ആബിദീൻ, VP അലി അക്ബർ, അറഞ്ഞിക്കൽ മുഹമ്മദ് കുട്ടി, EP ഷിഹാബ്, P ഷിഹാബ്, ഒഫായിസ്, ഗ്രാമസഭാ കോർഡിനേറ്റർ കമലം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് വല്ലപ്പുഴ മണ്ഡലം കമ്മിറ്റി വാർഡ് 18 പന്നിയംകുന്നിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി TY ശിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് MT ഉമ്മർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് കോടനാട്, നാസർ ചൂരക്കോട്, ദാവൂദ് കളത്തിൽ, മൻസൂർ ചൂരക്കോട്, NK സിദ്ദിഖ് മാസ്റ്റർ, CT അലി, T റുഖിയ, EK വീരാൻ, വാസു ചിരക്കുഴി, T ശൈലജ, K രമാദേവി എന്നിവർ പങ്കെടുത്തു. നാടക കലാകാരൻ രാജഗോപാൽ മുളയങ്കാവിനെ കൊപ്പം അഭയത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. PK ചെല്ലിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. M മുഹമ്മദ് നിയാസ് അധ്യക്ഷനായി. പ്രൊഫസർ C അബ്ദുൽ കരീം, P ഫൈസൽ ബാബു, O പരമേശ്വരൻ, CV മോഹൻദാസ്, PM ദിവാകരൻ, പള്ളത്ത് റഷീദ്, മുസ്തഫ എടത്തോൾ, സജീവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെയുള്ള വിഷയത്തെ ആസ്പദമാക്കി ഭ്രമം എന്ന ഏകപാത്ര നാടകം രാജഗോപാലൻ വേദിയിൽ അവതരിപ്പിച്ചു. കോളേജിൽ കൂട്ട റാഗിംഗ്,
കോളേജിൽ ലഹരിക്കടിമപ്പെട്ട യുവാക്കൾ കൂട്ട റാഗിംഗ് നടത്തിയതിനെ ചൊല്ലി യുവാവ് ആശുപത്രിയിൽ. അത് നല്ലൊരു വാർത്ത. ഇത് വെച്ചിട്ടാണ് എഴുതിയാലേ എന്തായാലും, അതായത് ഇങ്ങനെ ഒരു യുവാവ് ഇങ്ങനെ വരുന്നു, വണ്ടി എടുത്തു. കോളേജ് റാഗിങ്, കോളേജ് റാഗിങ് അല്ലേ പറഞ്ഞത്. അപ്പൊ ഈ കോളേജ് റാഗിങ്ങിൽ ഇങ്ങനെ പെട്ടുകഴിഞ്ഞ് അതിന് യുവാവ് ലഹരിക്കടിമ. അല്ല, ഇതിപ്പോ എവിടെ സ്ഥലം? എന്റെ മകന് കോളേജിലാണ്, അവനും ഇതുപോലെ എന്തെങ്കിലും പെട്ടുകഴിഞ്ഞാലും. ഇതാ കിടക്കുന്ന വാർത്ത, മദ്യലഹരിയിൽ യുവാവ് മാതാപിതാക്കളെ വെട്ടിക്കൊന്നു. ലഹരി വാങ്ങിക്കുന്നതിന് പൈസ ചോദിച്ചതുമായുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം. സംഭവം ഗംഭീരാണല്ലോ. ഈ വിഷയാവുമ്പോ അച്ഛനെ അമ്മ യുവാവ്, അതായത് യുവാവ് ഇങ്ങനെ വന്നിട്ട് ഒരു വടിവാളൊക്കെ എടുത്തിട്ട് അച്ഛൻ്റെ അമ്മയുടെ നേരെ ചെല്ലുക. പാവം അച്ഛനും അമ്മയും വയസ്സായി, നടക്കാനും ഇരിക്കാനും വയ്യാതെ ഇരിക്കുകയാണേ. ഇതല്ലേ MDMA? ഇതായിരുന്നല്ലേ എന്നിട്ടില്ല സന്തോഷം. കിടപ്പറയിൽ വെച്ചിട്ട് എന്റെ പുരുഷത്വത്തെ പലപ്പോഴായി കളിയാക്കിയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കൊള്ളായിരുന്നു അല്ലേ? പലപ്പോഴും പൈസ കടം വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പണ്ഡിതനും സമസ്തയുടെ കേന്ദ്ര മുസവറാംഗവുമായ അസ്കർ അലി ഫൈസിയെ ജാമ്യയിൽ നിന്നും പുറത്താക്കിയതിൽ സമസ്തയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ജാമ്യക്കെതിരെ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സമസ്തയെ ദുർബലപ്പെടുത്താനും അധ്യക്ഷനെ അപമാനിക്കാനും ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് പുറത്താക്കലെന്നും ആരോപണം. കുറ്റപ്പാലം നഗരസഭയിലേക്ക് BJP മാർച്ച്. നഗരസഭയിൽ ദുർഭരണമാണെന്നാരോപിച്ചായിരുന്നു മാർച്ച്. പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. മലപ്പുറം പ്രസ്താവന. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തി അപമാനിക്കാൻ ശ്രമമെന്നാരോപിച്ച് പ്രതിഷേധം. SNDP യോഗം പെരിന്തൽമണ്ണയിൽ പ്രകടനം നടത്തി. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുക മാത്രമാണ് വെള്ളാപ്പള്ളി ചെയ്തതെന്ന് യോഗം നേതാക്കൾ. കരിമ്പുഴ എളമ്പുലാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ബുധനാഴ്ച ആഘോഷിക്കും. വലിയാറാട്ട് ഭക്തിസാന്ദ്രമായി. മയക്കുമരുന്ന് ലഹരി മാഫിയക്കെതിരെ മഹല്ല് നിവാസികളുടെ പ്രതിരോധം. മലപ്പുറം പാണ്ടിക്കാട് പന്തല്ലൂർ കിടങ്ങയത്താണ് നാടൊന്നിച്ച് ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.